പൂസായി വഴിയിൽ കിടന്നവർ കുറവല്ല. ഓണം ആഘോഷിക്കുവാൻ കേരളീയർ മദ്യമൊഴുക്കിയതോടെ നിരത്തുകളിൽ അടിച്ചു പൂസായി മയങ്ങുന്നവരുടെ കാഴ്ചയും കുറവല്ലായിരുന്നു. തലസ്ഥാനത്തെ ബാറുകളിലും ബെവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും വിദേശ മദ്യ ഷാപ്പുകളിലും ഓണം മദ്യത്തിൽ ആഘോഷിക്കുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണനാളിൽ തലസ്ഥാനത്തെ ബാറുകളെല്ലാം തന്നെ രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കൂട്ടുകാരോടൊപ്പം വഴിവെക്കിൽ ഓണം ആഘോഷിച്ചവരുമുണ്ട്. ഓണദിനത്തിൽ അല്പം മദ്യപിച്ചില്ലെങ്കിൽ ഒരു കുറവായിട്ടാണ് ഇക്കൂട്ടർ കാണുന്നത്. ഏതായാലും മദ്യപാനം എന്ന ശീലം ആഘോഷമാക്കുകയാണ് മലയാളികൾ. ഞങ്ങളെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അകത്ത് പൊതുവുള്ള ഒരു സംസ്കാരമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ബെവറേജിലായിരുന്നാലും എവിടെയായിരുന്നാലും ശരി തന്നെ ഓരോ സാധനത്തിനും 5 രൂപ മുതൽ 10 രൂപ വരെ കൂടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ എന്നാൽ നമുക്ക് ഓണം ആഘോഷീകരിക്കാൻ വേണ്ടി പറ്റൂല. നമുക്ക് ഓണം ആഘോഷീകരിക്കാൻ പറ്റൂല. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്യപാനമെന്ന് ഒരു ഘടകം വിശ്വസിക്കുന്നുണ്ടെങ്കിലും വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്യുന്ന ശേഷമാണ് നമ്മൾ മദ്യപിക്കുന്നത്. അത് പിന്നെ എന്ത് പറയാൻ വേണ്ടി പൈസ കാര്യങ്ങൾ ടാർജറ്റ് കാര്യങ്ങൾ നോക്കിയൊന്നുമില്ല. ഇപ്പം ചതയത്തിന് തന്നെ സംഭവം എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്കിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അവർ കുപ്പി ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സംഭവം. ചതയത്തിനും കിട്ടും സംഭവം. അപ്പം അതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷം പോലെ അതിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം അല്ല. എന്നാലും നമ്മളെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉള്ള ഒരു ഇതിൽ മദ്യം ഒരു അവിഭാജ്യ ഘടകം പോലെ ആയിപ്പോയി. ചോദിക്കും എനിക്ക് ബാറുണ്ടല്ലോ, ബാറിൽ ചെന്നിരുന്ന് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. ബാറിൽ ചെന്നിരുന്ന് കഴിക്കാം. 10-50 രൂപ കൂടുന്ന കേസല്ല. ഇത്രയും നമുക്കൊരു സന്തോഷം കിട്ടില്ല, നമ്മുടെ ജാളി കിട്ടില്ല. നമ്മുടെ ഇരിക്കുന്ന അടുത്താണ് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളെ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇരുന്ന് ബാറിൽ ഇരുന്ന് സംസാരിക്കാനൊക്കൂല. ഒരു വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ രാവിലെ 2 പേർക്ക് അടിയും കാപ്പി പൊടിയും. അത് കാപ്പി പൊടിച്ചിട്ട് വെളി ഇറങ്ങിയിട്ട് നമ്മൾ ഒരു 2 അടിയും അടിച്ചിട്ട് ഊണും കഴിച്ച് വൈകുന്നേരം അടിച്ച് ചിലപ്പോൾ പൂസാകും. അത് ഹാപ്പിയാണ്. വർഷത്തിലൊരിക്കൽ കിട്ടണം. അത് നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് ഓണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ആഘോഷം ഒന്നുമില്ല. ഒറ്റ ആഘോഷമേ ഉള്ളൂ ഓണം. അപ്പോൾ നമ്മൾ രാവിലെ 2 കഴി അത് അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കൂട്ടുകാരായിട്ട് എൻജോയ് അടിക്കും. അല്ലെ ബാറിൽ പോയി വെള്ളം നടക്കാൻ നമുക്ക് പറ്റില്ല. ഹാപ്പിയായിട്ട് നമ്മൾ കൂട്ടുകാരുള്ളൂ. ഉണ്ടും കൊണ്ട് 1 മണിക്കൂർ അല്ല ഉണ്ടും കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തുടങ്ങിയിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും കഴിച്ച് നമ്മൾ കൂട്ടുകാരായിട്ട് അടിക്കും. തിരുവനന്തപുരത്ത് പോയിട്ട് വെളി ഇറങ്ങില്ല. ഒന്നാഴ്ച ഒറ്റ ഉറങ്ങാം. പിറ്റേന്ന് രാവിലെ ഫാമിലിയായിട്ട് നമ്മൾ ടൂറും കാര്യങ്ങളെല്ലാം പോകും. അത് വേറെ ഓണനാളിൽ തലസ്ഥാനത്ത് സമരവേലിയേറ്റം. വിവിധ